ഹലോ ഫ്രണ്ട്സ്, നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സോഷ്യൽ സയൻസിലെ ഫ്രം മഗധ ടു താനേശ്വർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ആ ചാപ്റ്ററിൻ്റെ 3rd പാർട്ടാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. അപ്പോൾ അടുത്തായിട്ടുള്ളൊരു പാരഗ്രാഫ് നമുക്ക് നോക്കാം. അശോക സെൻഡ് ഓഫീസേഴ്സ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി ആൻഡ് അതർ കൺട്രീസ് ടു പ്രൊപ്പഗേറ്റ് ധമ്മ പ്രചരിപ്പിക്കുന്നതായിട്ട് അശോക ചക്രവർത്തി വിവിധ ഓഫീസേഴ്സിനെ രാജ്യത്തിൻ്റെ ഡിഫറെൻറ്റ് സൈഡ്സിലേക്ക് അയച്ചു. ഹിസ് ആൻഡ് ഹിസ് സൺ മഹേന്ദ്ര ആൻഡ് ഹിസ് ഡോട്ടർ സംഘമിത്ര ടു സിലോൺ. തൻ്റെ മകൻ മഹേന്ദ്രനെയും മകൾ സംഘമിത്രയെയും കൂടെ സിലോണിലേക്ക് അയച്ചു. അതായത് ശ്രീലങ്കയിലുള്ളൊരു സ്ഥലമാണ് സിലോൺ എന്ന് പറയുന്നത്. അശോക ഇൻസ്റ്റാൾഡ് സ്തുപാസ് കണ്ടെയ്നിങ് ദ റിലിക്സ് ആൻഡ് ലെഫ്റ്റ് ഓവർ ബുദ്ധ ഇൻ വാരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി. ബുദ്ധൻ്റെ ശരീരഭാഗങ്ങൾ അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കൾ അടക്കം ചെയ്ത സ്തൂപങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം ഈസ് സാഞ്ചി സ്തൂപ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സാഞ്ചി സ്തൂപമാണ്. ദ വർ ദ ആർട്ടിക്സ് പ്രൊഫൈൽ ഓഫ് ദാറ്റ് ഏജ്. ആ ഒരു കാലഘട്ടത്തിലെ സ്തൂപങ്ങൾ കലാമേന്മകൾ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. ദ മൗര്യ എംപയർ ആൻഡ് പ്ലേസസ് where Dhamma was propagated were free from conflicts and sectarianism. അതായത് മൗര്യ സാമ്രാജ്യത്തിൽ ധമ്മ പ്രചരിച്ച പ്രദേശങ്ങളിലും അതായത് സോഷ്യൽ കോൺഫ്ലിക്ട്സ്, അതായത് സാമൂഹിക സംഘർഷങ്ങളും വിഭാഗീയ ചിന്തകളൊക്കെ ഇല്ലാതായി. Then, during the reign of Ashoka's successors, the power of the king and the influence of Dhamma were weakened. അതായത് അശോകൻ്റെ പിൻഗാമികളുടെ കാലത്ത് രാജാവിൻ്റെ അധികാരവും ധർമ്മവും ദുർബലമാവുകയും ആസ് എ റിസൾട്ട് മെനി ഫർദർ പ്രൊവിൻസ് ബിക്കം ഇൻഡിപെൻഡൻറ്റ്. കുറേ വിദൂര പ്രദേശങ്ങൾ സ്വതന്ത്രമാവുകയും ചെയ്തു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇവാലുവേറ്റ് ദി ഇൻഫ്ലുവൻസ് ഓഫ് അശോകാസ് പോളിസി ഓൺ വാരിയസ് ഫീൽഡ് ഓഫ് ദ മൗര്യ എംപയർ. അശോകൻ്റെ നയങ്ങൾ മൗര്യ സാമ്രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ചെലുത്തിയ സ്വാധീനം വിലയിരുത്തുക. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നടന്ന കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. അശോക വാസ് ഇൻസ്പയർഡ് ബൈ ബുദ്ധിസം ടു പ്രൊക്ലെയിം ധമ്മ ബട്ട് ദ ഐഡിയാസ് ഓഫ് വാരിയസ് റിലിജൻ ക്യാൻ ബി സീൻ ധമ്മ. അതായത് അശോക ചക്രവർത്തി ബുദ്ധിസത്തിൽ നിന്ന് ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ധമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ക്രിയേറ്റ് ചെയ്തത്. ബട്ട് ദ ഐഡിയാസ് ഓഫ് വാരിയസ് റിലിജൻ ക്യാൻ ബി സീൻ ഇൻ ധമ്മ. പക്ഷേ വിവിധ മതങ്ങളിൽ നിന്നുള്ള ആശയങ്ങൾ നമുക്ക് ധമ്മയിൽ കാണാം. ഹി ലെസൺ ദ പണിഷ്മെൻറ്റ് ആൻഡ് ഏർജ് ഫോർ എ സിമ്പിൾ ലിവിങ്. അദ്ദേഹം പണിഷ്മെൻറ്റ്സ് ഒക്കെ ലഘൂകരിക്കുകയും ലളിത ജീവിതത്തിന് ആഹ്വാനം നൽകുകയും ചെയ്തു. ദർ വാസ് എ സുപ്രീം നീഡ് ടു ഇൻസ്റ്റിൽ യുണൈറ്റഡ് പീസ് ആൻഡ് ഹാർമണി എമംഗ് പീപ്പിൾ ഇൻ ദ വാസ്റ്റ് കൺട്രി. ആ വിശാലമായിട്ടുള്ള രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ സൗഹാർദ്ദവും സമാധാനവും ഐക്യവും നിലനിൽക്കാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ആൻഡ് സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് ആർ ഓൾസോ ഇൻക്ലൂഡ് ഇൻ ധമ്മ. സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഈ ധമ്മയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ആയിട്ടുള്ളത് സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫ്. അതിനെക്കുറിച്ച് നമുക്കിനി പറയാം. സാമ്പത്തിക സാമൂഹ്യ ജീവിതം. The economic activities of the Maurya Empire were controlled by the state. മൗര്യ സാമ്രാജ്യത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഭരണകൂടം നിയന്ത്രിച്ചിരുന്നു. അവിടെ കുറച്ച് ഒരു 4 പോയിൻറ്റ്സ് ഉണ്ട്. ദ കോൺക്വേർഡ് റീജിയൻ ബ്രൗട്ട് അണ്ടർ കൾട്ടിവേഷൻ. കീഴടക്കിയ പ്രദേശങ്ങളിൽ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ കൃഷി ആരംഭിച്ചു. ഇറിഗേഷൻ ഫെസിലിറ്റീസ് വർ അറേഞ്ച്ഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റിനായിട്ട് ചക്രവർത്തിമാർ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി. ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് വില്ലേജസ് ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഇൻ ട്രേഡ്. കൃഷിയുടെയും ഗ്രാമങ്ങളുടെയും വളർച്ച കച്ചവട പുരോഗതിക്ക് കാരണമായി. റോഡ്സ് വർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ്. കച്ചവടത്തിൻ്റെ ഡെവലപ്മെൻറ്റിനായിട്ട് ചക്രവർത്തിമാർ നിരവധി റോഡുകൾ നിർമ്മിച്ചു. ആൻഡ് ട്രീസ് വർ പ്ലാന്റഡ് ഓൺ ബോത്ത് സൈഡ് ഓഫ് റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ധാരാളം ചെടികൾ പ്ലാന്റ് ചെയ്യുകയും ചെയ്തു. പോർട്സ് ട്രസ്റ്റ് വർ ഓൾസോ എറക്റ്റഡ് അറ്റ് വാരിയസ് പ്ലേസസ് നിയർ ദ റോഡ്സ്. സാധനങ്ങൾ ഇറക്കി വെക്കാൻ അത്താണികൾ നിർമ്മിക്കുകയും ചെയ്തു. ഇനി ഒരു പോയിൻ്റ് കൂടെ ഉണ്ട്. റോഡ്സ് വർ ബിൽഡ് കണക്റ്റിംഗ് ദ സിറ്റീസ് ഓഫ് വൈശാലി
Kapilavastu and Pataliputra to distant places, thus helped in having trade relation with other places. അതായത് വൈശാലി, കപിലവസ്തു, പാടലിപുത്ര തുടങ്ങിയ നഗരങ്ങളെ കുറച്ച് ദൂരേക്കുള്ള സ്ഥലങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന പാതകൾ നിർമ്മിച്ചു. ഇത് മറ്റ് പ്രദേശങ്ങളായിട്ടുള്ള ട്രേഡ് റിലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാരണമായിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു ചെറിയൊരു മാപ്പ് കാണാം. ഇതിൽ കാണിക്കുന്നത് കുറേ രാജ്യങ്ങളുമായിട്ട് ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാതകളാണ് ഈ ഒരു മാപ്പ് കാണിക്കുന്നത്. അപ്പോൾ പാത്ത് ഷോയിങ് ട്രേഡ് റിലേഷൻ ഓൺ ഇന്ത്യ വിത്ത് അതർ പ്ലേസ്, ഇന്ത്യയും മറ്റ് പ്രദേശങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൻ്റെ പാതകൾ. അടുത്തായിട്ടൊരു ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ഐഡൻറ്റിഫൈ ദ പ്ലേസസ് വിത്ത് വിച്ച് ട്രേഡ് റിലേഷൻ എക്സിസ്റ്റ് ഡ്യൂറിങ് ദ റീഡ് ഓഫ് മൗര്യ ഡൈനാസ്റ്റി. മൗര്യ കാലഘട്ടത്തിൽ ഏതെല്ലാം പ്രദേശങ്ങളുമായി വ്യാപാര ബന്ധം നിലനിന്നിരുന്നു ഭൂപടത്തിൽ നിന്ന് കണ്ടെത്തുക. അപ്പോൾ നമുക്കതിന് ആൻസേഴ്സ് നോക്കാം. ഈജിപ്ത്, ബാബിലോണിയ, പേർഷ്യ, ബാക്ട്രിയ, കബൂൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ് ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നത്. അടുത്തായിട്ടൊരു ഭാഗം നമുക്ക് കാണാം. പഞ്ച് മാർക്കറ്റ് കോയിൻസ് വർ യൂസ്ഡ് ഫോർ ട്രേഡ് ആൻഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് വേജസ്. കച്ചവടത്തിനും ഉദ്യോഗസ്ഥർക്ക് പേയ്മെൻറ്റ് നൽകാനും മുദ്രിത നാണയങ്ങൾ പഞ്ച് മാർക്കറ്റ് കോയിൻസ് ആണ് ഉപയോഗിച്ചിരുന്നത്. മൈൻസ് ആൻഡ് മെറ്റലർജി വർ കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്. ഖനികളുടെയും ലോഹവിദ്യകളുടെയും നിയന്ത്രണം ഭരണകൂടത്തിനായിരുന്നു. ദർഫോർ ദ അതോറിറ്റി ഫോർ മിൻറ്റിംഗ് കോയിൻസ് വാസ് വെസ്റ്റഡ് വിത്ത് ദ ഗവൺമെൻറ്. അതിനാൽ നാണയങ്ങൾ അടിച്ചിറക്കാനുള്ള അധികാരവും ഭരണകൂടത്തിനായിരുന്നു. ദ ഗവൺമെൻറ് ഒഫീഷ്യൽസ് കളക്റ്റഡ് ടാക്സസ് ഫ്രം ദ ട്രേഡേഴ്സ്. ദ ഗവൺമെൻറ് ഒഫീഷ്യൽസ് കച്ചവടക്കാരിൽ നിന്ന് നികുതി പിരിക്കുകയും ദ അക്യൂറസി ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് വാസ് എൻഷ്യൂർഡ്. അളവ് തൂക്ക സമ്പ്രദായത്തിൻ്റെ കൃത്യത ഉറപ്പുവരുത്തുകയും ചെയ്തു. ആൻഡ് ഇംമെൻസ് ഫണ്ട്സ് were necessary for the rulers to maintain a huge army and officials in the country. വൻ സൈന്യത്തിനെയും ഉദ്യോഗസ്ഥരെയും നിലനിർത്താൻ ഭരണാധികാരികൾക്ക് ധാരാളം സമ്പത്ത് ആവശ്യമായിരുന്നു. ദേ കളക്റ്റഡ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടാക്സസ് ആൻഡ് റൈസിംഗ് ഫണ്ട്സ്. അവർ പല രീതികളിലുള്ള നികുതികൾ പിരിച്ചു. Then different kinds of taxes of period are mentioned in this അർത്ഥശാസ്ത്ര. അർത്ഥശാസ്ത്രത്തിൽ അക്കാലത്ത് നിലനിന്ന വിവിധ തരം നികുതികളെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് പഞ്ച് മാർക്കറ്റ് കോയിൻസിൻ്റെ ഒരു ചെറിയൊരു ബോക്സ് നമുക്ക് കാണാം. ഇതൊക്കെ ആയിരുന്നു പഞ്ച് മാർക്കറ്റ് ഓൺ കോയിൻസ്, അതായത് കോയിൻസിലുണ്ടായിരുന്ന പഞ്ച് മാർക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തൊരു ടാബിൾ കാണാം. ടാക്സസ്, സെക്ടേഴ്സ് ഇൻ വിച്ച് ദ ടാക്സ് ഇമ്പോസ്ഡ്. അതായത് വിവിധ തരം നികുതികൾ, അത് എന്തൊക്കെ നികുതികളായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഒരു നികുതിൻ്റെ പേരാണ് ബാഗ. അത് യൂസ് ചെയ്തിരുന്ന ടാക്സ് ഓൺ ലാൻഡ്, അതായത് ഭൂമിക്കുള്ള, അതായത് ഭൂനികുതിയായിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. അടുത്തത് ബാലി ടാക്സ് ഓൺ ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ്. പഴങ്ങളിലും പൂക്കളിലും ഒക്കെ, പൂന്തോട്ടങ്ങൾക്കൊക്കെ ഉള്ള നികുതി. അടുത്തത് ഉദക ബാഗ, ടാക്സ് ഓൺ വാട്ടർ, ജലനികുതി. അടുത്തത് ശുൽക്ക, ടാക്സ് ഓൺ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്, കയറ്റുമതിയുടെ ഇറക്കുമതിയുടെയും മേലുള്ള നികുതി. അടുത്തൊരു ക്വസ്റ്റ്യൻ കാണാം. ഹൗ ഡിഡ് ദ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഓഫ് ദ മൗര്യാസ് ഇൻഫ്ലുവൻസ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ദ കൺട്രി. മൗര്യന്മാരുടെ കേന്ദ്രീകൃത ഭരണം അവിടുത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ സ്വാധീനിച്ചത് എങ്ങനെയെന്ന് പരിശോധിക്കുക. മൗര്യന്മാരുടെ കേന്ദ്രീകൃത ഭരണം അവിടുത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ സ്വാധീനിച്ചത് എങ്ങനെയെന്ന് പരിശോധിക്കുക. അതിൻ്റെ കുറച്ച് പോയിൻറ്റ്സ് നോക്കാം. The Mauryan Empire was indeed the first of attempt in India the secure administrative centralized on an extent scale. The king was guided by his council of ministers and Manchal Parishad. Punch market coins were used for trade and for payment of wages. Mines and metallurgy were controlled by the government. Therefore, the authority for mining coins was vested in the government. The government officials collected taxes from the traders. The accuracy of weights and measures was ensured. തുടങ്ങിയിട്ട് കുറച്ച് പോയിൻറ്റ്സ് ആണ്. അത് നമ്മൾ തൊട്ട് മുമ്പുള്ള ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അതിൽ നിന്ന് കുറച്ച് പോയിൻറ്റ്സ് എടുത്തിട്ട് എഴുതാനാണ് ഉള്ളത്. അടുത്തതൊരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് കാണാം. ഡ്യൂറിങ് ദ മൗര്യ ലൈഫ് agriculture was expanded to a large area and handicrafts based on agriculture developed. മൗര്യ ഭരണകാലത്ത് കൃഷി കൂടുതൽ വ്യാപകമായതോടെ കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള കൈത്തൊഴിലുകൾ രൂപം കൊണ്ടു. This led to the strengthening of the social order based on varnas which was centered on occupation.
ഇത് തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള വർണ്ണ സമ്പ്രദായത്തിന് കൂടുതൽ ശക്തമാക്കുന്നതിനിടയായി. ആൻഡ് അക്കോർഡിംഗ് ടു മെഗസ്തനീസ് ദർ എക്സിസ്റ്റഡ് 7 സോഷ്യൽ ഡിവിഷൻസ് അറ്റ് ദാറ്റ് ടൈം. അതായത് അന്ന് 7 വിഭാഗങ്ങൾ നിലനിന്നിരുന്നു. മെഗസ്തനീസിൻ്റെ അഭിപ്രായത്തിൽ സമൂഹത്തിൽ അന്ന് 7 വിഭാഗങ്ങൾ നിലനിന്നിരുന്നു. ദെൻ അർത്ഥശാസ്ത്ര ഡിസ്ക്രൈബ്സ് അബൌട്ട് സ്ലേവ്സ് ഹു ആർ നോൺ ആസ് ദാസാസ്. അർത്ഥശാസ്ത്രത്തിൽ ദാസന്മാർ എന്ന് വിളിച്ചിരുന്ന അടിമകളെക്കുറിച്ച് വിവരിക്കുന്നു. ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം പ്രിവെയിൽഡ് ഇൻ ദ സൊസൈറ്റി. അന്നത്തെ സമൂഹത്തിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്നായിരുന്നു കൂട്ടുകുടുംബ സമ്പ്രദായം. അതിൽ മെഗസ്തനീസിൻ്റെ കുറച്ച് സോഷ്യൽ ഡിവിഷൻസ് കാണാം. ഫസ്റ്റ് വൺ ഈസ് ഫാർമർ, കർഷകർ, ഫിലോസഫേഴ്സ്, തത്വചിന്തകർ, സോൾജിയേഴ്സ്, സൈനികർ, ഹെർസ്മെൻ ആൻഡ് ഹണ്ടേഴ്സ്, കാലി മേയ്ക്കുന്നവരും പിന്നെ വേട്ടക്കാരും. അടുത്തത് ആർട്ടിസൻസ് ആൻഡ് ട്രേഡേഴ്സ്, കൈത്തൊഴിലുകാരും കച്ചവടക്കാരും. പിന്നെ ഉള്ളത് മജിസ്ട്രേറ്റ്സ്, ന്യായാധിപന്മാർ. പിന്നെ കിങ്സ് കൗൺസിലേഴ്സ്, രാജാവിൻ്റെ ഉപദേശകർ. അത്ര ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ കാണാം. ഹൗ ഡിഡ് ദ സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ റിസൾട്ട് ഇൻ സോഷ്യൽ ഇനിക്വാലിറ്റി? കൃഷിയുടെ വ്യാപനം സാമൂഹിക അസമത്വങ്ങൾക്ക് കാരണമായത് എങ്ങനെ? ഹൗ ഡിഡ് ദ സ്പ്രെഡ് ഓഫ് അഗ്രികൾച്ചർ റിസൾട്ട് ഇൻ സോഷ്യൽ ഇനിക്വാലിറ്റി? അതായത് ഡ്യൂറിങ് ദ മൗര്യ റൂൾ അഗ്രികൾച്ചർ വാസ് എക്സ്പാൻഡഡ് ടു എ ലാർജ് ഏരിയ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ ഡെവലപ്ഡ്. This led to the strengthening of a social order based on varnas which was centered on occupation. There existed 7 social divisions at that time. During the reign of Kushanas, the sculptor who came in India made many sculpture of Buddha. As sculpture in the style given in the picture, a group of Buddhism known as Mahayana Buddhists worship the statues of Buddha. തുടങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. ഓക്കെ, ബൈ. താങ്ക് യു.